എന്ന് വെച്ചാൽ ശനിയാഴ്ച വരെ മകളെ വിളിച്ചു പ്രതികരിച്ചിരുന്നു. അപ്പോൾ ഓഫീസിൽ തിങ്കളാഴ്ച, അതായത് 3-ാം തീയതി ഓഫീസിലേക്ക് പോയതാണ്. അപ്പോൾ ഓഫീസിലുണ്ടെന്നുള്ളതാണ് അതിലൂടെ മനസ്സിലായത്. ഞായറാഴ്ച വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നീട് അത് തിങ്കളാഴ്ചയും രാവിലെ വിളിച്ചു, അപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓഫീസിലേക്ക് വിളിക്കുന്നത്. ഓഫീസിലേക്ക് വിളിച്ചപ്പോഴാണ് പറയുന്നത് 3-ാം തീയതി മുതൽ 21-ാം തീയതി വരെ മകൾ ലീവിലാണ് എന്നറിയുന്നത്. പക്ഷേ ഓഫീസിൽ വന്നിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോഴാണ് ഇത് മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ സമ്മർദ്ദം ചെലുത്തി എൻ്റെ മകളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എൻ്റെ മകള് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. ഞങ്ങൾ ഒരിക്കലും അവൾ തള്ളി പറയില്ല. ഞങ്ങളെപ്പോലും സമ്മർദ്ദത്തിലാക്കി അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വേറെ ഒന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നിങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ കള്ളം പറയേണ്ടി വന്നതെന്നാണ് മകള് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നിർബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ പോലും. ഞങ്ങളുടെ മകളെ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ, ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവളെ സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് വേണ്ടിയുള്ള പ്രവൃത്തി ആണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ ഇന്നലെ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു, സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ കസ്റ്റഡിയിലാണ് മകൾ. പക്ഷെ മകള് വീണ്ടും ഒരു വീഡിയോയിൽ പറയുന്നു, ഞാൻ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, പറഞ്ഞിട്ടില്ല. അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിന് മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ എൻ്റെ മകൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും മാറി നിന്ന് പറയുന്നതല്ല. ഇതിൻ്റെ പിന്നിൽ സമ്മർദ്ദങ്ങളുണ്ട്. ഇത് കുട്ടി ഇവിടുന്ന് പോയിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. കുട്ടി ഇവിടുന്ന് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ശനിയാഴ്ച വരെയും ഞങ്ങൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള വിവരങ്ങളാണ് ചോദിച്ചത്. ചായ കുടിച്ചോ, ജോലിക്ക് കയറിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. പക്ഷേ അത് നുണയാണ്. എന്നുവെച്ചാൽ ജോലിക്ക് കയറിയിട്ടില്ല ആ സന്ദർഭത്തിൽ. ഞായറാഴ്ചയാണ് വീണ്ടും വിളിക്കുന്നത്, അപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. തിങ്കളാഴ്ച അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഓഫീസിലേക്ക് മാനേജറെ വിളിക്കുന്നത്. അപ്പോഴാണ് മാനേജർ പറയുന്നത്, 3-ാം തീയതി മുതൽ 21-ാം തീയതി വരെ മകൾ ലീവിന് അപേക്ഷിച്ചിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ വീട്ടിലൊരു ചർച്ച ഉണ്ടായിരുന്നു? ഇല്ല, ഈ വിഷയത്തിൽ ചർച്ച ഉണ്ടായിരുന്നില്ല. ആണ്. പിന്നെ അവൾക്ക് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓഫീസിലും ജോലി ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ലീവ് വേണം എന്ന് ആണ് അവിടെ പറഞ്ഞത്. അങ്ങനെയാണ് അവർ ലീവ് കൊടുത്തിരിക്കുന്നത് 21-ാം തീയതി വരെ. ഈ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് നിങ്ങൾ മൊത്തം ഒപ്പം നിൽക്കും. പഠിച്ച കുട്ടിയാണ്, നല്ല ജോലി. എന്തിനാണ് ഈ പേടിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് സമ്മർദ്ദമാണ് അവർക്ക് വരിക? അതായത് അവള് കല്യാണം കഴിച്ച് ആ കല്യാണം ഇങ്ങനെ മുടങ്ങിയില്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇനിയൊരു കല്യാണം, അങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ട് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് അവൾക്ക്. ഈ പരാതി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഈ രാഹുലിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ രാഹുലിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ ബന്ധപ്പെടാനുള്ള ശ്രമം നടന്നിരുന്നു? ഇല്ല, നടന്നില്ല. വീട്ടില് മറ്റു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല? രണ്ടാമത് വന്ന വീഡിയോയില് പറയുന്നു വീട്ടില് ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായി, അത് കാരണമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് അവള് പറയുന്നത് അല്ലെങ്കിൽ പറയിപ്പിക്കുന്നതാണല്ലോ. അല്ലാതെ വീട്ടിലൊരു സമ്മർദ്ദവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത്രയും സ്നേഹത്തോടു കൂടിയാണ് അവളോട് പെരുമാറി പോന്നിരിക്കുന്നത്. ഒരു സമ്മർദ്ദവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പരാതി പിൻവലിക്കാൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടി അത് പെൺകുട്ടി അങ്ങനെ പറയുന്നതല്ലേ. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല. അത് ഞങ്ങൾ കുടുംബമായിട്ട് ആലോചിച്ച് വക്കീലൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട്
എന്താണ് വേണ്ടത് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. വക്കീലിനെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. വക്കീലാണ് ഇത്തരത്തിൽ ഗാർഹിക പീഡനം എന്ന് പറയാൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. വക്കീലിനൊന്നും പറയാൻ പറ്റില്ല. വക്കീല് അതൊക്കെ അവള് പറയുന്നതല്ലേ. വക്കീലൊക്കെ അതിൽ നിരപരാധിയല്ലേ. വക്കീൽ അതിൽ ഒരു ഇതുമില്ല, വക്കീൽ പങ്കുമില്ല. ഈ തുടക്കത്തിൽ നമ്മൾ ഈ പരാതി നൽകിയ ആദ്യ സമയത്തൊക്കെ പെൺകുട്ടി വളരെ വിഷമിച്ചാണ് ഈ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ അവിടെ ചെന്നപ്പോഴും ഈ പെൺകുട്ടി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയല്ലേ കണ്ടിരുന്നത്? അതെ, ഞങ്ങള് ഈ 12-ാം തീയതി അടുക്കള കാണാൻ അവിടെ ചെന്നിരുന്നല്ലോ. ഞങ്ങൾ 26 പേരുണ്ട്. അതിൽ 6-7 കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അപ്പം ഞങ്ങൾ ഇവളെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലും ഇവള് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത്. അവളുടെ കഴുത്തിലെ പാടുകൾ അത് ഞങ്ങൾ സൃഷ്ടിച്ചതല്ലല്ലോ. അവളുടെ മൂക്കിൽ നിന്ന് രക്തം ആണതിൻ്റെ അടയാളങ്ങൾ, പിന്നെ തലയിൽ വലിയ മുഴ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതെല്ലാം അന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നല്ലേ ഇപ്പോൾ അവൾ പറയുന്നത്. ഇത് ഞങ്ങൾ അത്രയും പേര് കണ്ടതും അവൾ ഞങ്ങളോട് പറഞ്ഞതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തത്, പരാതി കൊടുത്തത്. അപ്പം ഇന്ന് അത് അവൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ്. കാരണം രാഹുലിനെ രക്ഷപ്പെടാനുള്ള മാർഗം ഇതേ ഉള്ളു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവളെ കൊണ്ടത് പറയിപ്പിച്ചിരിക്കുന്നതാണ്. പോലീസിൽ പരാതി കൊടുത്തല്ലോ, പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം തുടങ്ങിയതായിട്ടോ? എന്താണ് പോലീസ് അത് ഊർജിതമായിട്ട് അന്വേഷിക്കും. എനിക്ക് അതിൽ വളരെ തൃപ്തിയുണ്ട്. കാരണം CI എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ സൈബർ സെല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും എൻ്റെ ഇൻഫർമേഷൻ അപ്പോൾ തന്നെ അയക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ മൊഴിയെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. അതിക്ക് മുമ്പ് തന്നെ സൈബർ സെല്ലിന് നമ്പറൊക്കെ കൊടുത്ത് കഴിഞ്ഞിരുന്നു. എവിടെയാണുള്ളത് എന്തെങ്കിലും സൂചന? ഇല്ല, കിട്ടിയിട്ടില്ല. അവസാനം തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നല്ലോ ജോലി. തിരുവനന്തപുരത്ത് 3-ാം തീയതി ഇവിടെ നിന്ന് പോയതല്ലേ, ജോലിക്ക് വേണ്ടി പോയതാണല്ലോ. അപ്പോൾ ഞങ്ങളവിടെ ജോലിക്ക്, അപ്പോൾ അവളെ ശനിയാഴ്ച വിളിക്കുമ്പോൾ പറഞ്ഞു ഈ ആഴ്ച വരുന്നില്ല അമ്മേ എന്ന് പറഞ്ഞു. അത് ശരി, അവന് ചില ആഴ്ചകൾ വരാറില്ല, അതാണ്. കാരണം മിക്കവാറും ആഴ്ചകൾ വരാറുണ്ട്, ഈ ആഴ്ച വരുന്നില്ല എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞു. പിന്നെ ഞായറാഴ്ച തൊട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോഷ് ചെയ്യുകയാണെങ്കിലേ പരാതിക്കാരി എന്നുള്ള നിലക്ക് അവൾക്ക് തന്നെയാണ് കോഷ് ചെയ്യാനുള്ള റൈറ്റ്. അപ്പം കുടുംബം ഏത് നിലക്കായിരിക്കും ഇതിലൊരു സ്റ്റാൻഡേർഡ്? അത് ഞങ്ങൾ ആലോചിക്കണം. അത് ആലോചിച്ചിട്ട് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഏതായാലും നിങ്ങൾ കൂടി അതിൽ ശ്രമിച്ചവളെ കണ്ടെത്തണം. എനിക്ക് എൻ്റെ മകള് തന്നെയാണ്. മകള് നഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് വേദനയുണ്ട്. അവൾ നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ കൂടി അതിന് ശ്രമിക്കണം. ഏതായാലും നിങ്ങളുടെ ഒരു സഹകരണം കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവളത് പറഞ്ഞപ്പോൾ മനസ്സ് പെടക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെടുകയാണ്. വധഭീഷണിയൊക്കെ വീട്ടിൽ നിന്നുണ്ടായി എന്നൊക്കെയാണ് മോള് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ അവളെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെയല്ലേ. അതാണ് എന്ത് വധഭീഷണി. ഞങ്ങൾക്ക് മകളല്ലേ അത്, ഞങ്ങളല്ലേ അത് താങ്ങേണ്ടത്, അവളെ സംരക്ഷിക്കേണ്ടത്. ആ സംരക്ഷണം ഈ ദിവസം വരെ ഞങ്ങൾ കൊടുത്തിരുന്നു അവൾക്ക്. പക്ഷെ അവളിങ്ങനെ പോകുമെന്നോ ചെയ്യുമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല.